ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്ക് മേസൺറി എന്ന ചാപ്റ്റർ നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രിക്ക് മേസൺറിയുടെ ടൂൾസും ബ്രിക്ക് മേസൺറിയിൽ ഉപയോഗിക്കുന്ന ടൂൾസും പിന്നെ കുറച്ച് ടോപ്പിക്സും നോക്കാം. ആദ്യത്തെ ടൂളാണ് ലയൺസ് ആൻഡ് പിൻ. ഓക്കെ, ലയൺസ് ആൻഡ് പിൻ യൂസ്ഡ് ആസ് എ റെഫറൻസ് ലൈൻ. ഓക്കെ, ലയൺസ് ആൻഡ് പിൻ യൂസ്ഡ് ആസ് എ റെഫറൻസ് ലൈൻ. ഇതാണ് ലയൺസ് ആൻഡ് പിൻ. ഓക്കെ, ഇതാണ് ലയൺസ് ആൻഡ് പിൻ. ഓക്കെ, ഇത് നമ്മളറിയാം, നമ്മൾ ബ്രിക്ക് അല്ലെങ്കിൽ ഒരു വോള് പുതുതായിട്ട് കെട്ടി തുടങ്ങുമ്പോൾ രണ്ട് സൈഡ് നമ്മൾ ആണിയൊക്കെ അടിച്ച് വെച്ചിട്ട് ഒരു നൂല് വലിച്ച് കെട്ടും. ഓക്കെ, അത് തന്നെയാണ് ഈ ലൈൻസ് ആൻഡ് പിൻ. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് ടൂളാണ് സ്ട്രെയിറ്റ് എഡ്ജ്. ഓക്കെ, സ്ട്രെയിറ്റ് എഡ്ജ് ചെക്കിങ് സ്ട്രെയിറ്റ്നെസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ചെക്കിങ് സ്ട്രെയിറ്റ്നെസ് ഓഫ് വർക്ക്. ഓക്കെ, ദെൻ ഗേജ് റോഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് ദ കോഴ്സസ് ആർ മെയിൻറ്റെയിൻ അറ്റ് കറക്റ്റ് ലെവൽ. അതായത് ഓരോ കോഴ്സിൻ്റെയും ഇടയിൽ മോട്ടാർ തിക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഗേജ് റോഡ്. ഓക്കെ, ഇതാണ് ഗേജ് റോഡ്. ഓക്കെ, ഇതാണ് ഗേജ് റോഡ്. ഇതാണ് സ്ട്രെയിറ്റ് എഡ്ജ്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് എഡ്ജ്, ഇത് ഗേജ് റോഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൂളാണ് ബിവൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ആംഗിൾ സെറ്റ് ചെയ്യാനാണ് ബിവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിവൽ യൂസ് ചെയ്യുന്നതിനുള്ള ആംഗിൾ സെറ്റ് ചെയ്യാനാണ്. ദെൻ മേസൺ സ്ക്വയർ യൂസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനാണ് മേസൺ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ദെൻ സ്കച്ച് എന്ന് പറഞ്ഞാൽ കട്ടിങ് സോഫ്റ്റ് ബ്രിക്ക്. ഓക്കെ, സോഫ്റ്റ് ബ്രിക്കിനെ കട്ട് ചെയ്യാനാണ് സ്കച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മേസൺ സ്ക്വയർ. ഓക്കെ, ഇതാണ് മേസൺ സ്ക്വയർ, ഇതാണ് സ്കച്ച്. ഓക്കെ, ഇതാണ് സ്കച്ച്, ഇതാണ് മേസൺ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ബ്രിക്ക് മേസൺറിൽ തിക്നെസ് ആണ്. അതായത് തിക്നെസ് എന്ന് പറയുമ്പോൾ 1 ബ്രിക്ക് തിക്ക് വാൾ, 2 ബ്രിക്ക് തിക്ക് വാൾ, അങ്ങനത്തെ കുറച്ച് ടൈംസ് ആണ് അടുത്ത നെക്സ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. 1 ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ബ്രിക്ക് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ബ്രിക്ക്, ഇത് ബ്രിക്കിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ഇത് ബ്രിക്കിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ബ്രിക്കിൻ്റെ തിക്നെസ് നമ്മൾ ഈ സൈഡ് വ്യൂവിൽ കൂടെയാണ് നോക്കുന്നത്. ഓക്കെ, ഈ സൈഡ് വ്യൂവിൽ കൂടെയാണ് നോക്കുന്നത്. ഓക്കെ, ഇതൊരു ഫുൾ ബ്രിക്കാണ്. ഇത് ബ്രിക്കിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഈ ബ്രിക്കിൻ്റെ തിക്നെസ് നമ്മൾ ഈ സൈഡ് വ്യൂവിൽ കൂടെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിക്കിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? ഇതൊരു മോട്ടാറിൻ്റെ തിക്നെസ് ഉൾപ്പെടെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ കാണും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 1 ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതായത് നമ്മൾ ഇവിടെ ഇതാണ് വ്യൂ. ഓക്കെ, ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം 20 സെൻറ്റിമീറ്റർ, അത് ഇത്രയും എന്ന് പറയുന്നതാണ് 1 ബ്രിക്ക് തിക്ക് വാൾ. ഓക്കെ, 1 ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിരിക്കും. ഓക്കെ, അതായത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ അടുത്തത് ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ. ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതായിരിക്കും ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ. അതായത് നമ്മൾ ഇതാണ് നമ്മുടെ വ്യൂ. ഓക്കെ, വ്യൂ ഇതുവഴിയാണ്. അപ്പോൾ ഹാഫ് ബ്രിക്ക് തിക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, മോട്ടാർ തിക്നെസ് ഉൾപ്പെടെയാണെങ്കിൽ നമ്മൾ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് ടോപ്പ് വ്യൂ ആണ്. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, ഇതുവഴി ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹാഫ് ബ്രിക്ക്. ഓക്കെ, ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ സൈഡ് കൂടിയാണ്. ഓക്കെ, ഇതാണ് ഹാഫ് ബ്രിക്ക് തിക്ക്, ഇതാണ് ഹാഫ് ബ്രിക്ക്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാനുള്ളതാണ് 1 ഹാഫ് ബ്രിക്ക് തിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതൊരു ഫുൾ ബ്രിക്കാണ്. അതായത് 1 ബ്രിക്ക് തിക്ക്. ദെൻ 1 ഹാഫ് ബ്രിക്ക് തിക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് 1 ഹാഫ് ബ്രിക്ക് തിക്ക്. അതായത് ഈ സൈഡ് വ്യൂവിൽ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് 1 ഫുൾ ബ്രിക്ക് തിക്ക്, ദെൻ ഇത് ഹാഫ് ബ്രിക്ക് തിക്ക്, അങ്ങനെ 1 ഹാഫ് ബ്രിക്ക് തിക്ക്. ഓക്കെ, 1 ഹാഫ് ബ്രിക്ക് തിക്ക്. ഓക്കെ, ദെൻ നമുക്കിനി 2 ബ്രിക്ക് തിക്ക് എന്ന് പറയുന്നത് വേറൊരു രീതിയിലും വരാം. ഓക്കെ, അതായത് 2 ബ്രിക്ക് തിക്ക്, ഇതൊരു ഫുൾ ബ്രിക്കാണ്. ദെൻ വീണ്ടും അതേപോലെ ഒരു ഫുൾ ബ്രിക്ക് എടുത്ത് വെച്ചാൽ എത്രയാണ്? 2 ബ്രിക്ക് തിക്കായി. ഓക്കെ, ഇത് 2 ബ്രിക്ക് തിക്കാണ്. ഇത് ഫുൾ ബ്രിക്കാണ്, ഇത് ഫുൾ ബ്രിക്കാണ്. ഓക്കെ, അങ്ങനെ എത്രയാണ്? 2 ബ്രിക്ക് തിക്ക്, ഇതാണ് 2 ബ്രിക്ക് തിക്ക്. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് 1 ബ്രിക്ക് തിക്ക് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ പറയാം. 1 ബ്രിക്ക് തിക്ക് നമുക്ക് ഇങ്ങനെ പറയാടാ. ഇപ്പോൾ 2 ഹാഫ് ബ്രിക്ക് തിക്ക്, അതായത് ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഹാഫ് ബ്രിക്ക് തിക്ക്. ദെൻ വീണ്ടും ഇതുപോലെ ഒരു ഹാഫ് ബ്രിക്ക് തിക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ എത്ര ടോട്ടൽ 1 ബ്രിക്ക് തിക്ക് വാളായി. ഓക്കെ, അത്രയാണ്ട നമുക്ക് ഇവിടെ പഠിക്കാം. അപ്പം നിങ്ങൾ ഒന്നുകൂടെ പറയുന്നത്, ഞാൻ 1 ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മുടെ വ്യൂ വരുന്നത് ഈ സൈഡാണ്. ഓക്കെ, ഈ സൈഡാണ്. സോ 1 ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ ഫുൾ ലെന്ത് ആയിരിക്കും, അതായത് 20 സെൻറ്റിമീറ്റർ. ദെൻ ഇതിന് തന്നെ ഇത് കണ്ടു, അതായത് ഈ 2 ബ്രിക്ക് ഫുൾ ബ്രിക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയും
നമ്മൾ ഓൺ ബ്രിക്ക് തിക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ 10ഉം ഇവിടുത്തെ 10ഉം, അതായത് ബ്രിക്കിൻ്റെ ഹെഡർ പോർഷനാണ് ആ സൈഡിൽ ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു 10ഉം ഈ ഒരു 10ഉം കൂടി ആകുമ്പോൾ 20ആയി. അങ്ങനെ അതത്രയെന്ന് പറയുന്നതും ഓൺ ബ്രിക്ക് തിക്കാണ്. ഓക്കെ, ദെൻ ഹാഫ് ബ്രിക്ക് തിക്ക്. ഹാഫ് ബ്രിക്ക് തിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഹാഫ് ബ്രിക്ക് തിക്ക്. സോ 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ദെൻ 2 ബ്രിക്ക് തിക്ക് വരുമ്പോൾ ഇത്രയും വരും. അതായത് 2 ഫുൾ ബ്രിക്ക് തിക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ദെൻ ഇതുവഴിയാണ് നമ്മുടെ വ്യൂ എങ്കിൽ ഇത്രയുമായിരിക്കും 2 ബ്രിക്ക് തിക്ക്. ഓക്കെ, ദെൻ 1.5 ബ്രിക്ക് തിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഓക്കെ, 1.5 ബ്രിക്ക് തിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബ്രിക്കും ദെൻ ഒരു ഹാഫ് ബ്രിക്ക് തിക്കും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴിയാണ് നമ്മൾ നോക്കുന്നത്, ഇതുവഴിയാണ് നമ്മുടെ വ്യൂ. ദെൻ ഇത്രയായിരിക്കും നമ്മുടെ 1.5 ബ്രിക്ക് തിക്ക്. ദെൻ 1 ബ്രിക്ക് തിക്ക് നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിലും ചെയ്യാം. ഓക്കെ, 1 ബ്രിക്ക് തിക്ക്, അതായത് ഹാഫ് ബ്രിക്ക് തിക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 ബ്രിക്ക് തിക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദെൻ അടുത്തൊരു പോർഷനാണ് കണക്ഷൻ. കണക്ഷൻ എന്ന് പറഞ്ഞാൽ വാൾസ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ ആർ യുണൈറ്റഡ് അറ്റ് എ പ്ലേസ്. അതായത് ഡിഫറൻറ്റ് ഡയറക്ഷനുകളിലുള്ള കുറച്ച് വാൾസ് ഒരു പ്ലേസിൽ വന്ന് യുണൈറ്റ് ചേരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻറ്റ് ഡയറക്ഷനുള്ള വാൾസ് ഒരു പ്ലേസിൽ വന്ന് ചേരുകയാണെങ്കിൽ അതിനെയാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ എ മെയിൻ വാൾ ആൻഡ് പാർട്ടീഷൻ വാൾ. ഒരു മെയിൻ വാളും പാർട്ടീഷൻ വാളും തമ്മിലുള്ള കണക്ഷനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പരസ്പരം മാറിപ്പോവല്. ഒരു മെയിൻ വാളും പാർട്ടീഷൻ വാളും തമ്മിലുള്ള കണക്ഷനാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ തന്നെ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ഉണ്ട്, സ്ക്വയർഡ് ജംഗ്ഷൻ. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ഉണ്ട്, സ്ക്വയർഡ് ജംഗ്ഷൻ ഉണ്ട്. ഈ സ്ക്വയർഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്നതായിരിക്കും സ്ക്വയർഡ് ജംഗ്ഷൻ. അതായത് ആംഗിൾ <90° ആയിരിക്കും. ഓക്കെ, ആംഗിൾ <90° ആയിരിക്കും സ്ക്വയർഡ് ജംഗ്ഷൻ. ദെൻ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനിൽ ടി ജംഗ്ഷൻ ഉണ്ട്, ക്രോസ് ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ടി ജംഗ്ഷൻ ഉണ്ട്, ക്രോസ് ജംഗ്ഷൻ ഉണ്ട്. ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ വരും. ഓക്കെ, ഇതാണ് ടി ജംഗ്ഷൻ. ഓക്കെ, ദെൻ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരൂടാ. ഓക്കെ, ഇതാണ് ക്രോസ് ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷൻ ഉണ്ട്, സ്ക്വയർഡ് ജംഗ്ഷൻ ഉണ്ട്. റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനിൽ തന്നെ ടി ജംഗ്ഷൻ ഉണ്ട്, ക്രോസ് ജംഗ്ഷൻ ഉണ്ട്. സ്ക്വയർഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ <90° ആംഗിൾ ആയിരിക്കും. ഓക്കെ, അതാണ് സ്ക്വയർഡ് ജംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് നോക്കാം. ദെൻ അടുത്ത ക്വീൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഫോംഡ് വെൻ എ വാൾ ടേക്സ് എ ടേൺ. അതായത് ഒരു വാള് തിരികുന്ന സ്ഥലത്ത് ഫോം ചെയ്യുന്ന കണക്ഷനെയാണ് ക്വീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വീൻ മറ്റേ ക്യൂനും QUEEN അല്ല, QUOIN. നിങ്ങൾ ആൻസർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്പെല്ലിംഗ് നോക്കി ചെക്ക് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ ക്വീൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഫോംഡ് വെൻ എ വാൾ ടേക്സ് എ ടേൺ. വാളിന് ഒരു ടേൺ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കണക്ഷനാണ് ക്വീൻ എന്ന് പറയുന്നത്. ഈ ക്വീനും നമുക്ക് റൈറ്റ് ആംഗിൾഡ് ക്വീനുണ്ട്, സ്ക്വയർഡ് ക്വീനുണ്ട്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ക്വീനുണ്ട്, സ്ക്വയർഡ് ക്വീനുണ്ട്. റൈറ്റ് ആംഗിൾഡ് ക്വീൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ്. ഓക്കെ, ദെൻ സ്ക്വയർഡ് ക്വീൻ എന്ന് പറയുമ്പോൾ അക്യൂട്ട് ക്വീനും ഉണ്ട്, ഒപ്റ്റീസിയും ഉണ്ട്. ഓക്കെ, അക്യൂട്ടും ഉണ്ട്, ഒപ്റ്റീസിയും ഉണ്ട്. ഇതിൽ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ <90° ആയിരിക്കും. ഓക്കെ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ <90° ആയിരിക്കും. ഓക്കെ, <90° ആയിരിക്കും. ദെൻ ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ <90° ആയിരിക്കും. ഓക്കേടാ, ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ <90° ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ <90° ആയിരിക്കും. ഓക്കെ, <90° ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുന്നു. കോയിൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് കോയിനുണ്ട്, സ്ക്വയർഡ് കോയിനുണ്ട്. സ്ക്വയർഡ് കോയിൻ എന്ന് പറഞ്ഞാൽ അക്യൂട്ടുമുണ്ട്, ഒപ്റ്റ്യൂസുമുണ്ട്. അതിൽ അക്യൂട്ട് എന്ന് പറയുന്നത് <90°യും ഒപ്റ്റ്യൂസ് എന്ന് പറയുന്നത് <90°. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക് കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കി വെച്ചിരുന്നാൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ദെൻ MCQ സെക്ഷൻ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്ന MCQ സെക്ഷനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം ഉൾപ്പെടുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.